ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. വീണ്ടും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. 3200 രൂപയാണ് വിതരണം ചെയ്യുന്നത്. ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയായിരിക്കുകയാണ്. 1600 രൂപ വിഷുവിന് മുമ്പായി വിതരണം ആരംഭിച്ചെങ്കിലും ഈ ആഴ്ചയാണ് വിതരണം പൂർത്തിയായത്. ഏപ്രിൽ മാസത്തിൽ വിഷു, ഈസ്റ്റർ എന്നിവ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും ഈ മാസത്തെ തുകയായ 1600 ചേർത്ത് 3200 രൂപ വിതരണം ചെയ്യുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഗുണഭോക്താക്കൾ. എന്നാൽ ഏപ്രിൽ മാസത്തിൽ 1600 രൂപ മാത്രമാണ് വിതരണം ചെയ്തത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. നിലവിൽ 3 ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത്. അതിൽ ഒരു ഗഡു മെയ്യിൽ അനുവദിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അതോടൊപ്പം മെയ് മാസത്തെ പെൻഷനും നൽകും. അങ്ങനെ വരുമ്പോൾ 2 തവണ ഉപഭോക്താക്കൾക്ക് 2 പെൻഷൻ ലഭ്യമാകും. അതായത് ഓരോ ഗുണഭോക്താവിനും മെയ് മാസത്തിൽ 3200 രൂപ വീതം ലഭിക്കും. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇക്കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ്. അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം. ഇതിനായി 1800 കോടി രൂപയോളം വേണ്ടിവരുമെന്നും ധനമന്ത്രി പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ ഗുണഭോക്താവിനും 3200 രൂപ വീതം ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനഞെരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നതെന്നും 5 ഗഡുക്കളാണ് കുടിശ്ശികയായതെന്നും അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. അതിൽ 2 ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുകയും ബാക്കി 3 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നതെന്നും ധനമന്ത്രി പോസ്റ്റിൽ കുറിച്ചു. 2024 മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ സർക്കാർ കുടിശ്ശികയില്ലാതെ കൃത്യസമയത്ത് വിതരണം ചെയ്തു വരികയാണ്. മെയ് മാസത്തിൽ ഒരു കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതിലൂടെ 3 കുടിശ്ശിക ഗഡുക്കളുടെ വിതരണം സർക്കാർ പൂർത്തിയാക്കുകയാണ്. ശേഷം 2 കുടിശ്ശിക ഗഡുക്കളായ 3200 രൂപയാണ് വിതരണം ചെയ്യാനുണ്ടാവുക. അത് തദ്ദേശ തിരഞ്ഞെടുപ്പും ഓണവുമൊക്കെ പ്രമാണിച്ച് ആ മാസങ്ങളിലെ തുകയോടൊപ്പം വിതരണം ചെയ്യുന്നതായിരിക്കും. എന്തായാലും മെയ് മാസത്തിൽ 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നത് വളരെ ആശ്വാസമായിരിക്കും. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ തുക എത്തുക. പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും അക്കൗണ്ടിലേക്ക് ആദ്യം എത്തുക. സാധാരണ 1600 രൂപ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞാണ് ആദ്യം ലഭിക്കുക. എന്നാൽ ഈ മാസം 3200 രൂപ വിതരണം ചെയ്യുന്നതിനാൽ 400, 600, 1000 എന്നീ തുകകളൊക്കെ കുറഞ്ഞായിരിക്കും കേന്ദ്രവിഹിതം ലഭിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക. പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്കൊക്കെ ശേഷം ഈ തുകയും അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. മെയ് മാസത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം ലഭിക്കുന്ന ഈ സന്തോഷ വാർത്ത നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.